സന്തോഷ് മാധവന്റെ കമ്പനിക്ക് IT പാർക്ക് സ്ഥാപിക്കാൻ 118 ഏക്കർ ഭൂമി പതിച്ചു നൽകിയ സർക്കാർ ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് മുൻ മന്ത്രിമാരായ അടൂർ പ്രകാശിനെയും കുഞ്ഞാലിക്കുട്ടിയെയും പ്രതികളാക്കി കോടതി ഉത്തരവിട്ടത്. പ്രതികൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ കാരണങ്ങളുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി മുൻ റവന്യൂ മന്ത്രി അടൂർ പ്രകാശിനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്നും ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പിന് മുമ്പ് മന്ത്രിമാരെ കുറ്റവിമുക്തരാക്കി വിജിലൻസ് സമർപ്പിച്ച ദുരിതാന്വേഷണ റിപ്പോർട്ട് കോടതി തള്ളി. സർക്കാരിന് സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന വിജിലൻസിന്റെ വാദം തള്ളിയ കോടതി ഇടപാടിനുള്ള ശ്രമം നടന്നാൽ പോലും അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റകരമാണെന്നുള്ള ഹർജിക്കാരന്റെ വാദം അംഗീകരിച്ചു. ഇരു മന്ത്രിമാർക്ക് പുറമെ മുൻ റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത, സ്ഥലമുടമ സന്തോഷ് മാധവൻ, IT കമ്പനിയായ RMZ, ഇക്കോവേൾഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ BM ജയശങ്കർ എന്നിവർക്കെതിരെയും അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. 2016 മാർച്ചിലാണ് സന്തോഷ് മാധവന് ബിനാമി ബന്ധമുള്ള കമ്പനിക്ക് IT പാർക്ക് തുടങ്ങാൻ ഭൂമി അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. ഇത് വിവാദമായതോടെ പിന്നീട് സർക്കാർ ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു. മീഡിയ 1 കൊച്ചി.